ചൂട് ചോറിൻ്റെ കൂടെ വിളമ്പാൻ ഏറ്റവും രുചികരമായ ഒരു നാടൻ ചേമ്പിൻ തണ്ട് ഉപ്പേരിയാണ് ഇന്ന്. ചേമ്പിൻ്റെ ഇളം തണ്ടാണിത്. ചൊറിയാതിരിക്കാൻ തോല് മുഴുവനൊന്ന് വലിച്ചു കളയാം. ഇനി തീരെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഇത് വേവിച്ച് വെള്ളം വറ്റിച്ച് കടുക് വറുത്തെടുക്കാം. അതല്ലെങ്കിൽ ഇതേപോലെ കടുക് വറുത്ത് അതിലേക്കിട്ട് വേവിച്ചെടുക്കാം. പാത്രം വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുക് മുഴുവൻ പൊട്ടിയാൽ പിന്നെ ചെറിയുള്ളിയും കൂടെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ചെറിയുള്ളിയൊക്കെ ഒന്ന് മുരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേമ്പിൻ തണ്ട് അരിഞ്ഞത് ചേർക്കാം. അതിൻ്റെ കൂടെയും കുറച്ച് ചെറിയുള്ളി ഇടുന്നുണ്ട്. ഇളക്കിയിട്ട് കൊടുക്കാം. വേഗമാകും, അതുകൊണ്ട് മൂടി വെക്കണമെന്നില്ല. ആവി കയറുമ്പോഴേ ഇതിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വരും. അത് വേകുമ്പോഴേക്കും വറ്റിച്ചെടുക്കാം. പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ വെന്തിട്ടുണ്ട്. ഒന്ന് അമർത്തി നോക്കിയാൽ മതി, നന്നായിട്ട് അലിഞ്ഞു വരുന്ന ആ ഒരു പാകം. നന്നായിട്ട് വേവിക്കണേ. തോലും നാരൊക്കെ മുഴുവൻ കളഞ്ഞ് നന്നായി വേവിച്ചെടുത്താൽ മാത്രമേ ഇത് ചൊറിയാതിരിക്കുള്ളൂ. വെള്ളം വറ്റുമ്പോഴേക്കും തേങ്ങ, കാന്താരിമുളകും ജീരകവും വെളുത്തുള്ളി അല്പം മഞ്ഞളും കൂടെ ചേർത്തിട്ടൊന്ന് ഒതുക്കിയെടുക്കാം. ഇതിന് പാത്രത്തിൻ്റെ നടുക്കിട്ട് തട്ടിപ്പൊത്തി വെക്കാം. ആവി കയറിയ മൊത്തത്തിൽ ഇളക്കിയെടുക്കാം. വെള്ളം വറ്റാനുണ്ടെങ്കിൽ അതൊന്ന് വറ്റിച്ചെടുക്കണം. അരിയുമ്പോഴേ വേണമെങ്കിൽ നമുക്ക് ഉപ്പുവെള്ളത്തിലോ പുളിവെള്ളത്തിലോ ഇട്ട് വെള്ളം പിഴിഞ്ഞ് കളഞ്ഞാൽ മതി. ഉപ്പേരി കുഴയാതെ കിട്ടും. പക്ഷേ ടേസ്റ്റ് ആലോചിച്ചാൽ അങ്ങനെയൊന്നും ചെയ്യാൻ തോന്നൂല. ഇപ്പോൾ ഇതാ വെള്ളമൊക്കെ ആവശ്യത്തിന് വറ്റിയിട്ടുണ്ട്. ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ഇതിന് നല്ല ചൂടുള്ള ചോറിലേക്കിട്ട് മീൻകറിയോ അതല്ലെങ്കിൽ മോരുകറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാം.